ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് റോയ്. ഞാൻ വൈക്കത്ത് ഇടയാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ റയോണിൻ്റെ ഒരു അസുഖം മാറിയതിനെക്കുറിച്ചുള്ള സാക്ഷ്യം പെടുത്തുന്നതിനാണ് ഇന്ന് വിളിക്കുന്നത്. കുഞ്ഞിന് 2.5 വയസ്സായപ്പോൾ ജലദോഷം വരികയും മൂക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ദ്രാവകം ഒഴുകിക്കൊണ്ടേയിരുന്നു. ആ മൂക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ദ്രാവകം ഒഴുകിക്കൊണ്ടിരിക്കുക മൂക്കിൽ നിന്ന്. അത് ജലദോഷത്തിന്റെ ഇതാണെന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്തി. പക്ഷെ അത് മാറിയില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അലർജിയാണെന്ന് പറഞ്ഞു. അലർജിക്കുള്ള മരുന്ന് കൊടുത്ത് എന്നിട്ട് മാറിയില്ല. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവിടെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ വന്നപ്പോഴത്തെ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ ENT കാണാനായിട്ട് റെഫർ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ റിസൾട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞത് കുഞ്ഞിന്റെ എല്ലിന്, മൂക്കിന്റെ പാലത്തിന്റെ എല്ലിന് വളവുണ്ട്. അതുപോലെ ഒരു ദശ അവിടെ വളർന്നു വരുവാണ്. അത് ഓപ്പറേഷൻ ചെയ്യാതെ മാറത്തില്ല. 5 വയസ്സായാൽ കഴിഞ്ഞാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതിനുശേഷം കുറച്ച് മരുന്നൊക്കെ തന്നുവിട്ട്. പക്ഷേ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ കമന്ന് കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞെടുക്കും. ശ്വാസം വിടുന്നത് വായ തുറന്നുകൊണ്ടാണ്. ഇത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അതുപോലെ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എങ്ങും പൊതുവായിട്ടൊരു സ്ഥലത്ത് പോകത്തില്ല. മൂക്കിൽ നിന്ന് വരുന്നത് ആ പഴുപ്പിന് ഭയങ്കര ദുർഗന്ധവും കൊച്ചിനും ആകപ്പാടെ ബുദ്ധിമുട്ട്. ഞങ്ങൾക്കും വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ ഒരു വൈറ്റിലയിലുള്ള നൌഷാദ് ക്ലിനിക്ക്, കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ലിനിക്കാണ്. അവിടെ പോയ ഡോക്ടറെ കണ്ട് ഡോക്ടറും മെഡിക്കൽ കോളേജിൽ നിന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത്. 5 വയസ്സ് കഴിയാതെ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ എത്രമാത്രം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ദശ ഇങ്ങനെ വളരുന്നതായത് കാരണം. പിന്നീട് ഡോക്ടർ ഏകദേശം ഒരു മാസം 2000-2500 രൂപയ്ക്കിടയിലുള്ള മരുന്ന് അത് മൂക്കിൽ ഒഴിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട്. കുഞ്ഞിന് ഈ മരുന്ന് കൊടുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ അമ്മച്ച് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഞായറാഴ്ച ദിവസം 8:30 അഭിഷേക TV-യുടെ മുമ്പിൽ നിന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബസമേതം അതിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞ് TV-യുടെ മുൻപിൽ പോയി കമന്ന് കിടന്നുകൊണ്ട് അവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 2.5 വർഷം കഴിഞ്ഞു. 3 വർഷത്തോളമായി കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖമോ ആ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. ഉറക്കത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ല. അത് പരിപൂർണ അഭിഷേകത്തിന് ഒരു കമന്ന് വീണൊക്കെ പ്രാർത്ഥിച്ചത് മാറി അങ്ങോട്ട് പോയി. എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പ്രകടമായി ഈശോ വചന ശുശ്രൂഷയുടെ സമയത്ത് കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. ഇന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥിനികൾ ഇപ്പോൾ നന്നായിട്ട് ഈ പ്രാർത്ഥനയെ പങ്കുചേരണം. വിശുദ്ധ ലിഖിതത്തിൽ യേശയ്യാ പ്രവചനത്തിൽ 54-ാം അധ്യായം 13-ാം തിരുലിഖിതം, കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. കർത്താവ് നമ്മുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്, നമ്മുടെ ബുദ്ധിയെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നമ്മുടെ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തെ മാറ്റി, പഠന തടസ്സങ്ങളൊക്കെ മാറ്റി, വിദ്യാഭ്യാസവും പഠനവും ഭാവിയും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യുന്ന കർത്താവാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുട്ടികൾക്കും കുടുംബത്തിൽ മക്കൾക്കും വലിയ സ്ഥാനം കർത്താവ് കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്. തോബീത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി തീരും, അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾ മക്കൾ വഴി അനുഗ്രഹീതരാകുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ ഉത്ബോധനങ്ങളുണ്ട്. വീണ്ടും 25-ാം സങ്കീർത്തനത്തിലെ 12-ാമത് തിരുലിഖിതം, കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ, അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും, അവർ ഐശ്വര്യത്തിൽ വാഴും, അവരുടെ മക്കൾ ഭൂമി അവകാശമാക്കും. ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ അത് തലമുറകളായി ആ അനുഗ്രഹത്തെ കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വായിക്കുന്ന എങ്ങനെയാണ്, നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും അനുഗ്രഹം ഉണ്ടാകും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കർത്താവാണ് ബൈബിളിലെ ദൈവം. മക്കളെ അനുഗ്രഹിക്കുക, പിൻ തലമുറകൾ അനുഗ്രഹിക്കുക. നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും അനുഗ്രഹം ഉണ്ടാകാൻ ഹൃദയം തുറന്ന് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് ബൈബിളിലെ കർത്താവ്. ദൈവമേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇവരുടെ പിൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദുർബുദ്ധിയുള്ള മക്കൾ ചിന്തയിലേക്ക് തിരിച്ചു വരട്ടെ. കലഹപ്രിയരായ മക്കൾ ദൈവകൃപയുള്ള മക്കളായി മാറട്ടെ. ദുർമാർഗികളായ മക്കൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറട്ടെ. ദൈവഭക്തി നഷ്ടപ്പെട്ടവർക്ക് ദൈവഭക്തി തിരികെ ലഭിക്കട്ടെ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ ഇരുന്ന് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവനെ, മക്കളെ അനുഗ്രഹിക്കുന്നവനെ, തലമുറകളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യുന്നവനെ, വംശങ്ങളെ ബലപ്പെടുത്തുന്നവനെ, കൃപ കൊണ്ട് നിറയ്ക്കുന്നവനെ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. പിൻ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ദുർബുദ്ധി വിട്ടുപോകട്ടെ, ദുർസ്വഭാവങ്ങൾ വിട്ടുപോകട്ടെ, ചീത്ത കൂട്ടുകെട്ടുകൾ ഛിന്നഭിന്നമാകട്ടെ. ഈ മക്കൾ ഓരോരുത്തരും അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ പഠനവും ഭാവിയും തെളിഞ്ഞു വരട്ടെ. ഇവർക്ക് ദൈവകൃപ ലഭിക്കട്ടെ. ഇവരെ അലട്ടുന്ന ദുർഭാഗ്യങ്ങൾ വിട്ടുപോകട്ടെ. ഓരോ കുട്ടികളുടെയും പഠന മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്നേഹമുള്ള ദൈവമേ, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവാൻ അവരെ തടയരുതെന്ന് അരുളി ചെയ്ത യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളെയും ഇപ്പോൾ അവിടുന്ന് പരിശുദ്ധാത്മാവിൽ നൽകി ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമേ. സൽസ്വഭാവത്താൽ അഭിഷേകം ചെയ്യണമേ. ഈ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ കൗശലപൂർവ്വം വിതച്ചിരിക്കുന്ന എല്ലാ ലോക കളചിന്തകളും മാറിപ്പോട്ടെ കർത്താവേ. ദൈവഭക്തിയുടെ ചിന്ത ഹൃദയത്തിലേക്ക് പതിയട്ടെ. ഈ മനസ്സും ബുദ്ധിയും ആത്മാവെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ഇപ്പോൾ ഈ ഹൃദയങ്ങളും ഈ ജീവിതങ്ങളും അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 സ്വസ്ഥമായി കസേരകളിലേക്ക് ശാന്തമായി നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് മക്കളെ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുകയോ. Praise the Lord. Praise the Lord. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ ഗ്രന്ഥത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുലിഖിതത്തിന്റെ അവസാന ഭാഗം, എന്നേക്കാൾ അധികമായി നീ നിന്റെ മക്കളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ദൈവം ഒരു കുടുംബത്തിൽ, ദൈവം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ, ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരു അപ്പന്റെ കുടുംബത്തിൽ വന്നിട്ട് ആ അപ്പനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലയോ ഏലി പുരോഹിത, ഏലി പുരോഹിതനോടാണ് ഈ ചോദ്യം ദൈവം ചോദിക്കുന്നത്. അല്ലയോ ഏലി പുരോഹിത, എന്നേക്കാൾ അധികമായി നീ നിന്റെ മക്കളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഇന്ന് ഈ ലോകത്തിലുള്ള നിരവധി കുടുംബങ്ങളിലെ ഒരു പ്രശ്നമാണിത്. മക്കള് പറയണത് ദൈവവാക്യം, മക്കള് പറയണത് അപ്പുറത്തില്ല. ആ വിധത്തിൽ മാതാപിതാക്കളുടെ മനസ്സ് മാറിപ്പോയിരിക്കുക. മക്കളെ ദൈവത്തിന്റെ വഴിയിൽ നടത്താനുള്ള ശക്തി നഷ്ടപ്പെടുത്തിയ മാതാപിതാക്കന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ
രണ്ട് വിധത്തിലുള്ള കുടുംബങ്ങളെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, വളരെയധികം ദൈവം ബഹുമാനിക്കുന്ന കുടുംബങ്ങൾ. രണ്ട്, ദൈവം വളരെ വേദനയോടെ ഇടപെടുന്ന കുടുംബങ്ങൾ. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ദൈവം വളരെ കൈപ്പോടും വേദനയോടും കൂടി ഇടപെടുന്ന കുടുംബങ്ങളെ കുറിച്ചാണ്. അത് സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളിലായി അങ്ങനത്തെയുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ ഏലി പുരോഹിതന് 2 മക്കൾ. ഈ 3 കഥാപാത്രങ്ങളെ ദൈവവചനം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഏലി പുരോഹിതന്റെ 2 മക്കളുടെ പേരാണ് ഹോഫ്നിയും ഫിനെഹാസും. ആ പേരൊന്ന് ഉറക്കെ പറയാമോ? ഹോഫ്നിയും ഫിനെഹാസും. ഇങ്ങനെ 3 കഥാപാത്രങ്ങളെ ദൈവവചനം ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ഹോഫ്നി, ഫിനെഹാസ് ഈ 2 മക്കളെ കുറിച്ച് 1 സാമുവേൽ 2-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ഇന്നും ഇതേപോലെയുള്ള മക്കളില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇന്ന് കർത്താവ് ഒരു സെന്റൻസ് എഴുതി വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇന്ന വീട്ടിലെ ഇന്ന അപ്പന്റെയും ഇന്ന അമ്മയുടെയും മക്കൾ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു എന്ന് പറയാൻ ഇടവരുമോ? നിങ്ങളെക്കുറിച്ച് കർത്താവ് ഒരു സെന്റൻസ് എഴുതിയാൽ നിങ്ങളെക്കുറിച്ച് എന്ത് സെന്റൻസ് എഴുതും എന്ന് മക്കളെ ഒന്ന് ആലോചന നടത്തുക. നിങ്ങൾ ദേവാലയത്തിൽ പോകാതെയും നിങ്ങൾ ദൈവകാര്യം നിഷേധിച്ചും മാതാപിതാക്കളോട് തല്ലുകൂടിയും ഓരോതരം ദുർവൃത്തികൾ പറഞ്ഞും താന്തോന്നിത്വം കാണിച്ചും ബഹളം വെച്ചും അടിച്ചു പൊളിച്ചും ഒരു പ്രത്യേക തരത്തിലുള്ള അർമാദിച്ചുള്ള ജീവിതം നയിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പിന്നെ വേറെ എന്ത് എഴുതും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവം ഓരോ കുടുംബത്തിലെയും മക്കളുടെ സ്ഥിതിയെക്കുറിച്ച് ഗവനിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവഭയമില്ലാത്തവര്, ദൈവവിശ്വാസം ഇല്ലാത്തവര്, ദൈവത്തെ ഭയപ്പെടാത്തവര്, ദൈവത്തെ മാനിക്കാത്തവര്, ദുർമാർഗികൾ, അങ്ങനെ പറയാനിട വരാത്ത വിധം ദൈവചിന്തയിൽ ജീവിക്കണം മക്കളെ. ഇനി വീണ്ടും സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ തിരുലിഖിതം മറ്റൊരു കാര്യത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. മക്കൾ ഇങ്ങനെ ദുർമാർഗികളാകാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? 1 സാമുവേൽ 3-ാം അധ്യായം 13-ാം തിരുലിഖിതത്തിൽ നിന്ന് വായിക്കുന്ന എങ്ങനെയാണ്: മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവൻ അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ്. ദൈവം രാത്രിയിൽ സാമുവേൽ എന്ന ബാലന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഏലി കുടുംബത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. സാമുവേൽ എന്ന ബാലനോട് ദൈവം പറയുകയാണ്, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാത്തത് കൊണ്ട് ആ കുടുംബത്തിനെതിരെ ഞാൻ എന്നേക്കുമായി ഒരു വിധി നടത്താൻ പോവുകയാണ് എന്ന് ദൈവം വേദനയോടും കൈപ്പോടും കൂടെ താൻ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തെ കുറിച്ച് സാമുവേൽ എന്ന ബാലനോട് സംസാരിക്കുന്ന രംഗമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ ദുർനടപ്പ് കാണുമ്പോൾ, മക്കൾ ദൈവത്തെ ധിക്കരിച്ച് നടക്കുന്നത് കാണുമ്പോൾ, മക്കൾ ദൈവവചനം ലംഘിച്ച് തന്നിഷ്ടത്തിൽ പോകുന്നത് കാണുമ്പോൾ, മക്കൾ ദൈവകൃപ വിട്ടുപോകുന്നത് കാണുമ്പോൾ, ദുർമാർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, മുട്ടുകുത്തി ദൈവത്തെ വിളിക്കണം, ദൈവത്തോട് അപേക്ഷിക്കണം, ബലിയർപ്പിക്കണം, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങളും സൽകൃത്യങ്ങളും അനുഷ്ഠിക്കണം. അതുകൂടാതെ അവരെ ശാസിക്കണം, അവരോട് പറയണം, മക്കളെ ഇത് ദൈവത്തിന് നിരക്കാത്ത രീതിയാ, ഇത് ദൈവത്തിന് നിരക്കാത്ത വഴികളാ, ഇത് ദൈവവചനം അംഗീകരിക്കുന്നില്ല, ഇത് നന്നല്ല. മക്കളെ ശാസിക്കണം, മക്കളെ അറിയിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ നടപ്പ്,
അവരുടെ ഇരിപ്പ്, അവരുടെ നോട്ടം, അവരുടെ രീതികൾ, അവരുടെ പഠനം, അവരുടെ ജീവിത രീതികൾ, ഓരോന്നിനെ കുറിച്ചും ഒരു ശ്രദ്ധ അപ്പന് വേണം, ഒരു ശ്രദ്ധ അമ്മയ്ക്ക് വേണം. ഇത് ദൈവവചനം ആഗ്രഹിക്കുന്നുണ്ട്. മക്കളുടെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അത് അവരുടെ ഇഷ്ടത്തിന് പോട്ടെ, അത് അവരല്ലേ, അവർ തീരുമാനിക്കട്ടെ, അവർ പഠിപ്പിച്ചവരല്ലേ, അവർക്ക് പ്രായപൂർത്തിയായവരല്ലേ, അവർക്ക് അറിയാവുന്ന. അങ്ങനെ വിടുന്ന ഒരു അപ്പനാണോ ഒരു അമ്മയാണോ ഇരിക്കുന്നത്? ദൈവം കൈപ്പോടും വേദനയോടും കൂടെ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവം കൈപ്പോടും വേദനയോടും കൂടെ നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം ഇറങ്ങി വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് 1 സാമുവേൽ 2-ാം അധ്യായത്തിലെ 29-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. നീ നിന്റെ മക്കളെ എന്നേക്കാൾ അധികം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഏലി കുടുംബത്തിന് വലിയ തകർച്ച വരുന്നതാണ് നാം കാണുന്നത്. വീണ്ടും ആ മക്കൾ തന്നിഷ്ടത്തിൽ തന്നെ തുടർന്നു. കർത്താവിന് നിന്ദ്യരായി അവർ മാറി. വീണ്ടും വീണ്ടും അവരുടെ സ്വഭാവം വഷളായി. 1 സാമുവേൽ 2-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ തകർച്ചയെ വീണ്ടും നാം കാണുകയാണ്. ഏലി വൃദ്ധനായി. തന്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലി പുരോഹിതന് തന്നെ അറിയാം ഇത് തെറ്റാണ്. ഏലി പുരോഹിതന് അറിയാം എന്റെ മക്കൾ നേരെയല്ല എന്ന്. ആ അവസ്ഥയിൽ ഏലി പുരോഹിതൻ ചിലപ്പോഴെല്ലാം അവരോട് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു രംഗമാണിത്. മക്കളെ, മേലാൽ ഇത് ആവർത്തിക്കരുത്, തീരെ നന്നല്ല എന്ന് ഏലി പുരോഹിതൻ തന്റെ മക്കളെ വിളിച്ച് പറയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ തുടർന്ന് നാം കാണുന്നത് ഭയാനകമായ സംഗതിയാണ്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ അവർ പിതാവിന്റെ വാക്ക് കേട്ടില്ല, കാരണം അവരെ നശിപ്പിക്കാൻ ദൈവമായ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലം വരും, പറഞ്ഞാൽ കേൾക്കാത്തൊരു കാലം എന്ന് പറഞ്ഞാൽ കർത്താവിന് നിന്ദ്യരായി മക്കൾ വളരുന്നത് കണ്ടിട്ട് അവരെ സമയത്തും കാലത്തും ശാസിക്കാതെ, സമയത്തും കാലത്തും തടയാതെ, സമയത്തും കാലത്തും നേർവഴിക്ക് നൽകി ഉത്സാഹിക്കും. അവരുടെ ആത്മീയ കാര്യത്തെക്കുറിച്ച് തെല്ലും ശ്രദ്ധയില്ലാതെ അവരുടെ പഠിപ്പും അവരുടെ കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നടന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ കർത്താവിന്റെ മുമ്പിൽ നിന്ദ്യരായി വളർന്നു വരും. പിന്നെ എന്ത് പറഞ്ഞാലും തലേ കയറാത്ത കാലം വരും. നാശത്തിലേക്ക് ആ കുടുംബം നിബന്ധിക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ ശാസിച്ചും മക്കൾക്ക് ആത്മീയ ഉപദേശങ്ങൾ കൊടുത്തും നേർവഴിക്ക് നടത്തിയാലോ ആ കുടുംബത്തെ കുറിച്ച് കർത്താവ് അങ്ങേയറ്റം സന്തോഷിക്കുന്നതും നാം കാണുന്നുണ്ട്. ഇനി മറ്റൊരു കുടുംബത്തിലെ അപ്പനെയും മക്കളെയും കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. ജെറമിയായുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. ആ ഭാഗത്തിന്റെ ഹെഡിങ് തന്നെ റക്കാബ്യരുടെ മാതൃക എന്നത്രേ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ജെറമിയായുടെ പുസ്തകം 35-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ആദ്യം നാം പരിചിന്തിക്കാൻ പോവുകയാണ്. ജോസിയായുടെ പുത്രൻ യെഹോയാക്കീം യൂദയ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ റക്കാബിയരോട് അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിന്റെ ആലയത്തിൽ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കുക. നമുക്ക് ദൈവം ജെറമിയയുടെ ജീവിതത്തിൽ ഇടപെട്ടു. എന്നിട്ട് പറയാണ്, ജെറമിയ, ഈ ദേശത്ത് ഒരു കുടുംബമുണ്ട്, ഒരു കുടുംബം ഒരു മക്കളും. ആ കുടുംബത്തിന്റെ പേരാണ് റക്കാബിയരുടെ കുടുംബം. അവരെ മുഴുവനും നീ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് ദേവാലയത്തിൽ ഒരു വിശേഷ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടം കണക്കിന് വീഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ജെറമിയ ചെയ്തു. എല്ലാ റക്കാബിയരെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ചു വെച്ചു. അതാണ് 35-ാം അധ്യായം 5, 6 തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ റക്കാബിയരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല.
എന്തെന്നാൽ റക്കാബിന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നോക്കുക, അപ്പന്റെ വാക്ക് കേട്ട് അത് അണുവിട തെറ്റിക്കാതെ ജീവിക്കാൻ ശുഷ്കാന്തിയുള്ള നിഷ്കർഷയുള്ള ഒരു തലമുറ. അപ്പന്റെ വാക്കിന് വില കൊടുക്കുന്ന മക്കളും മക്കളുടെ മക്കളും. ഞങ്ങളുടെ പിതാവ് യോനാദാബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. അത് ഇന്ന് വരെ തെറ്റിക്കാതെ അവർ പാലിച്ച്, സർവ്വ മക്കളും പാലിക്കുക. തുടർന്ന് നമ്മൾ വായിക്കുന്നത് അതിശയകരമാണ്. അതാണ് 8ഉം 9 തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. റക്കാബിന്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങൾക്ക് നൽകിയ കൽപ്പനകൾ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. അവര് അതങ്ങടെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കെ പറയുക. അവർക്ക് അഭിമാനമാണ് അപ്പനെ കുറിച്ച്, അവർക്ക് ആവേശമാണ് അപ്പനെ കുറിച്ച്. റക്കാബിന്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളോ ഞങ്ങളുടെ ഭാര്യമാരോ പുത്രന്മാരോ പുത്രികളോ ഞങ്ങളുടെ തലം ഒരിക്കലും ഇനി അത് ലംഘിക്കില്ല. അവരതിനെ കണിശമായി അനുസരിക്കാൻ വേണ്ടി നിഷ്കർഷ എടുക്കുകയാണ്, അതിന് ശുഷ്കാന്തി കാണിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് അവരെ കുറിച്ച് സംപ്രീതി, ദൈവത്തിന് അവരെ കുറിച്ച് ബഹുമാനം, ദൈവത്തിന് അവരെ കുറിച്ച് അഭിമാനം, ദൈവത്തിന് ഹൃദയം അവരെ കുറിച്ച് തുടിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 35-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ കുറിച്ച് വളരെ വാനമുട്ടുന്ന സന്തോഷത്തോടെ, വളരെ വാനമുട്ടുന്ന അഭിമാനത്തോടെ അവരെ കുറിച്ച് പറയുകയാണ്. അവര് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു പഠിക്കണം. അതാണ് 35-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുലിഖിതം. വീഞ്ഞു കുടിക്കരുതെന്ന് റക്കാബിന്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവന്റെ മക്കൾ അനുസരിക്കുന്നു. ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നു. ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ലല്ലോ. ദൈവത്തിന് ജനത്തോട് ഒരു ചിന്തിക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം പോലും തന്റെ മക്കൾക്ക് മാതൃകയായി എടുത്ത് കാണിക്കാൻ തക്കവണ്ണം ഭൂമിയിൽ മാതൃകാപരമായി ജീവിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കുടുംബങ്ങളെ ദൈവത്തിന്റെ വചനം എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബം ഇതിലേത് ഗണത്തിൽപ്പെടും? അപ്പം പറയുന്നൊരു വാക്കിന് വില കൊടുക്കണുണ്ടോ മക്കളെ? അമ്മ പറയുന്നൊരു വാക്കിന് വിലയുണ്ടോ മക്കളെ? ഈ പശുവിന്റെ തൊഴുത്തിൽ ചപ്പും ചവറും പോലെ വലിച്ചു വാരികളുടെ വേസ്റ്റ് പോലെ അപ്പന്റെ അമ്മയുടെ വാക്കുകളെ ചവിട്ടി മതിക്കുന്ന രീതിയാണോ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ രീതി? ദൈവത്തിന് അതിൽ മതിപ്പില്ല. ദൈവം അതിന് സഭാഷ പറയുന്നില്ല. അപ്പന്റെ അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന കുടുംബത്തെ ദൈവം ഹൃദയത്തിൽ താലോലിച്ച് സന്തോഷിച്ച് നടക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ കുടുംബം അങ്ങനെയായി മാറണം. ഈ മക്കള് സ്വന്തം മാതാപിതാക്കന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ തക്കവണ്ണം ദൈവം തന്റെ ആത്മാവിനെ അയച്ച് കുടുംബത്തിൽ കൃപയുടെ അഭിഷേകത്തെ നിറയ്ക്കട്ടെ. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഏതെങ്കിലും മകൻ, ഏതെങ്കിലും മകള്, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചു വരാൻ ദൈവം ഭവനത്തിലേക്ക് കൃപകൾ വർഷിക്കും. എത്രയോ പേരെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു, എത്രയോ പേരെ വലിയ അഭിഷേകത്തിൽ കൊണ്ടുവന്നു. അഗസ്തീനോസ് പുണ്യവാളൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റിപ്പോയി. അമ്മ പ്രാർത്ഥിച്ചു, ഇതാ കൃപയ്ക്ക് മേൽ കൃപ, മഹാവിശുദ്ധനായി ദൈവ അഗസ്തീനോസിനെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഈ മക്കളെ തുടരണമേ കർത്താവേ, ഈ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, മക്കളുടെ മേലും മക്കളുടെ മേലും ഒരു അനുഗ്രഹം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദുർനടപ്പുകളും ദുർമാർഗികളും ഇപ്പോൾ കർത്താവിലേക്ക് പിന്തിരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഉറക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അന്ധകാരങ്ങൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ആരാധന യേശുവേ 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 യേശുവേ. ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ.